സാർ സാർ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. എന്താ പഞ്ചായത്തിൽ നിന്ന് വല്ലതും ഒപ്പിച്ചെടുക്കാനാണോ? പഞ്ചായത്ത് നിന്നല്ല സാർ, ബാങ്കിൽ നിന്ന്. സാറ് ലോൺ എടുക്കാൻ ആഗ്രഹിച്ച അതേ ബാങ്കിൽ നിന്ന്. ഞാൻ ലോൺ എടുക്കാൻ ആഗ്രഹിച്ച ബാങ്കോ? ഉണ്ണികൃഷ്ണൻ ചെല്ല്, അകത്ത് പോയി ആശാൻ എന്തെങ്കിലും വെച്ച് വിളമ്പി കൊടുക്കും. ചെല്ല് സാർ പ്ലീസ്, ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന്. ജാമ്യം നിൽക്കേണ്ട കേസാണെങ്കിൽ അപ്പൊ ആലോചിക്കാം. ഇപ്പൊ ഞാൻ പോകുന്നതുകൊണ്ട് എന്തെങ്കിലും വിരോധമുണ്ടോ? ഇല്ല. എന്നാ പോ. വട്ടന്മാരോട് ഇടപഴകുമ്പം വളരെ സൂക്ഷിച്ചു വേണം. സംശയിക്കണ്ട, വേണുഗോപാൽ തന്നെയാണ്. അല്ല, എന്താ ഇവിടെ? ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട്. വളരെ വൈകിയാണെങ്കിലും സ്വന്തം നാട്ടിലേക്ക് വരാൻ പറ്റി. ഇനിയിപ്പോ നമ്മുടെ നാട്ടുകാരെയും ഇഷ്ടപ്പെട്ടവരെയൊക്കെ എപ്പോഴും കാണാമല്ലോ. ഇന്ന് മിഥുനമാസത്തിലെ കാർത്തികയ, വിമലയുടെ ജന്മദിനം. വേണ്ടപ്പെട്ടവരുടെ വിശേഷ ദിവസങ്ങൾ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ. അല്ല, തനിച്ചാണോ വന്നത്? അനിയത്തി കുട്ടികള് വീട്ടിലുണ്ട്. എന്റെ പിറന്നാൾ പ്രമാണിച്ച് സദ്യ ഒരുക്കുക. അവരൊക്കെ എവിടം വരെയായി? ഗംഗ PG കഴിഞ്ഞു, യമുന ഡിഗ്രി ഫൈനല്, ഉണ്ണിമായ ഡിഗ്രി ഫസ്റ്റ് ഇയർ. സാറേ വല്ലതും തരണേ. കൊടുക്കല്ലേ വേണു? ഇയാള് പാവാന്ന് വിചാരിച്ച് ഞാൻ വല്ലപ്പോഴും വല്ലതും കൊടുക്കുമായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ആ സ്കൂളിന് മുമ്പിൽ നോക്കിയപ്പോ ഇയാള് കുടിച്ച് പൂസായിട്ട് ഇതാ ഇങ്ങനെ കിടക്കുക. ഒപ്പം വിശന്ന് തളർന്ന് 2 കുട്ടികളിരുന്ന് കരയുന്നു. സ്വന്തം മക്കളെ നോക്കാത്ത ഇവറ്റകൾക്കൊന്നും ഒരു വക കൊടുത്തു പോരുത്. ദുഷ്ടൻ. പോടോ, മെയ്യാണെങ്കിൽ പണിയെടുത്ത് മക്കളെ പറ്റാൻ നോക്ക്. പോടോ, മിഴിച്ചു നിൽക്കാതെ. മേലി പരിസരത്ത് കണ്ടുപോരുത്, ജന്തു. സോറി വേണു, ഞാൻ പറഞ്ഞതപ്പം കൂടിപ്പോയോ? ഏയ്, ഒട്ടും കൂടിയിട്ടില്ല. എന്നാ ഞാൻ ചെല്ലട്ടെ. ഇപ്പൊ പിള്ളേർ അടുക്കള മറിച്ചിട്ടിരിക്കായിരിക്കും. താനെന്താണോ ഇവിടെ? സാറിനെ കാണാൻ തന്നെ വന്നത്. ആ ലോണിന്റെ കാര്യമല്ലേ, അത് നമുക്ക് ശരിയാക്കാം. ശരിയാക്കിയാൽ മാത്രം പോരാ, പാസ്സാക്കി കയ്യിലോട്ട് പിടിച്ചു തരണം. ലോൺ പാസ്സാക്കി കയ്യിലോട്ട് പിടിച്ചു തരണം? അത് ഞാൻ ഏറ്റു. സാറിന് എനിക്ക് വിശ്വസിക്കാലോ? 100% വിശ്വസിച്ചോളൂ. നീ ഇവിടെ 7-8 വർഷം മുമ്പ് ചായക്കട നടത്തുന്ന മാധവൻ ചേട്ടന്റെ വീട്ടിലെ എരുമയെ മോട്ടിച്ചു വിട്ട ഞാൻ പിടിക്കപ്പെട്ടപ്പോ നാട്ടിൽ നിന്ന് മുങ്ങി ഇവിടെ പൊങ്ങി. അല്ല, ഇവിടെ എന്താ പരിപാടി? അതിവിടുത്തെ ഏറ്റവും വലിയ പണക്കാരനും കോടീശ്വരനുമായ മൂർക്കമ്പറമ്പിൽ പാപ്പച്ച മുതലാളിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഞാൻ. നല്ല താമസം, നല്ല ശമ്പളം, നല്ല ചാപ്പാട്. അപ്പൊ രക്ഷപ്പെട്ടു അല്ലേ? പിന്നെ അപ്പൊ നാട് വിടാൻ തോന്നിയ നിന്റെ ഭാഗ്യം. എല്ലാത്തിനും അതിന്റേതായ ഒരു റൂട്ടുണ്ടല്ലോ ഉണ്ണികൃഷ്ണ. പക്ഷെ നീ രക്ഷപ്പെട്ടെങ്കിലും നിന്റെ മുഖത്തിപ്പോഴും ആ ഒരു കള്ള ലക്ഷണമുണ്ട്. അത് നീ എനിക്കിട്ടൊന്ന് വെച്ചതാണല്ല. ലോകത്തിലെ എല്ലാ വലിയ മനുഷ്യരുടെ മുഖത്തും ഒരു കള്ള ലക്ഷണം ഉണ്ടാവും. അതൊക്കെ പോട്ടെ, മഹാരാജ ടാക്കീസിലെ 4 ലേഡീസുമായിട്ട് നിനക്കെന്താ അടുപ്പം? ഞങ്ങള് നൈബേഴ്സ് അല്ലേ? അത് പറഞ്ഞല്ല, അല്ലാതെ നിനക്കെന്താ ഒരു ഇക്കുമത്ത്? അതൊക്കെ ഉണ്ട്. എങ്ങനൊക്കെ? നീ ആരോടെങ്കിലും പറയൂ? ഞാൻ ആരോടും പറയില്ല. നീ പറ. എടാ, അവിടുത്തെ ഗംഗ അല്ല, യമുന അല്ല, പിന്നെ ഉണ്ണിമായ. അതെ. എടാ കള്ള, ആ കുട്ടി എപ്പോഴും എന്നെ ഫോൺ ചെയ്യും. മിസ് കോളാ? അല്ല, ഞങ്ങൾ ഒരുപാട് സംസാരിക്കും. ആ കുട്ടി പാട്ട് പാടും. എന്തൊക്കെ തമാശകളാ കുട്ടി പറയുന്നേ. ആ കുട്ടി തമാശ പറയും, പാട്ട് പാടും. പിന്നെ എടാ കള്ള, അവൾക്ക് ഇൻകമിംഗ് അല്ലേ ഉള്ളൂ, ഔട്ട് ഗോയിങ് ഇല്ലല്ലോ. അവള് സംസാരിക്കാത്ത പെണ്ണല്ലേ. എന്നോട് വേണോ നിന്റെ നമ്പർ? നീ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. നീ വിളിച്ചാൽ അവൾ ഇറങ്ങി വരൂ? ഹേയ്, അവിടം വരെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കണം. അവളെ പ്രേമിച്ച് എത്രയും വേഗം നീ അടിച്ചോണ്ട് പോകുന്ന നിന്റെ മിടുക്ക് തന്നെയല്ല, പെണ്ണിന്റെ മനസ്സാ എപ്പോഴാ മാറുന്നെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നാട്ടുകാരൻ എന്ന നിലക്ക് അവൾ അടിച്ചോണ്ട് പോകാനുള്ള ടാക്സിയും അതിനുള്ള പണവും ഞാൻ സ്പോൺസർ ചെയ്യും. എന്താ? അയ്യോ, നീ ആരോടും പറയല്ലേ? ഇല്ല, ആരോടും പറയില്ല. അപ്പോ നമ്മൾ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. വിമല നിസ്സാരക്കാരിയല്ല, അവൾ ഝാൻസി റാണിയാണ്. അവളുമായി പടവെട്ടി യുദ്ധം ചെയ്ത് ഞാനും മുതലാളിയും കൂടി നിങ്ങളുടെ കല്യാണം നടത്തിത്തരും. ഇത് ഭരതവാക്യം. തൽക്കാലം നീ ഇത് വെച്ചോ. എന്തിനാണെന്നാ? ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ വേറെ ഒരെണ്ണം സംഘടിപ്പിച്ചോളാം. അപ്പോൾ നമ്മൾ തുടങ്ങുകയായി. ഓക്കെ? ഞാൻ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. ടിക്കറ്റോ? ആർക്ക്? പഞ്ചായത്ത് പ്രസിഡന്റായി എനിക്കും എന്റെ ഫാമിലിക്കും ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. മോൻ വന്നാട്ടെ. വാപ്പച്ചി കൂടെ ഉള്ളപ്പോ എന്തിനാ മോനെ ടിക്കറ്റ്? പിന്നെ അല്ലാതെ. ടിക്കറ്റോ? മോക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ ബഷീർ കോയാപ്പറമ്പിൽ. ഞാനായി ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. ആ
അതറിയാം. പക്ഷേ ഇത് പഞ്ചായത്ത് ഓഫീസ് അല്ലല്ലോ, ഇത് സിനിമാ തിയേറ്റർ അല്ലേ? ഇവിടെ ടിക്കറ്റ് ഇല്ലാതെ പടം കാണുന്നത് നിനക്ക് കാണണോ? നിന്റെ ചേച്ചി എവിടെ? ആ വിമല വിളിക്കടി അവളെ. ദേ എടി പൊടിന്നൊക്കെ ഇവരെ വിളിച്ചാ മതി, ഇങ്ങോട്ട് വേണ്ട. പടം തുടങ്ങാൻ സമയമായി, എനിക്ക് ഡോറ് ക്ലോസ് ചെയ്യണം. എന്താ ഇവനെ? ചേച്ചി എന്താ? വിമല വന്നോ? എന്റെ വിമലെ, ഞാനും എന്റെ ഫാമിലിയും കൂടെ ഇവിടെ സിനിമ കാണാൻ വന്നതാ. ഓ സന്തോഷം. അപ്പോഴാ നിന്റെ അനിയത്തി ടിക്കറ്റ് ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്താ? എന്റെ പൊന്ന് സാറേ, 5 പേർക്കുള്ള ടിക്കറ്റ് എടുത്ത ഈ പ്രശ്നം അങ്ങ് തീരില്ലേ? സാർ കാശിങ് തന്നട്ടെ, ഞാൻ കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്തോണ്ട് വരാം. 5 പേർക്ക് ടിക്കറ്റ് എടുക്കാൻ ഈ ബഷീറിന് കഴിവില്ലാഞ്ഞിട്ടൊന്നും അല്ല. നിനക്കറിയാവല്ലോ, 2 ആഴ്ച മുമ്പ് ലക്ഷങ്ങൾ പൊടിച്ച ഞാൻ എന്റെ മോളുടെ നിക്കാഹ് നടത്തിയത്. എനിക്ക് സൗകര്യമില്ല ഈ തുക്കട തിയേറ്ററിൽ കാശ് മുടക്കി ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ. ബാവക്കളെ, നമുക്ക് പോവാം. എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്ന? 4 വർത്താനങ്ങ് പറയാറുന്നില്ലേ? സമാധാനപ്പെട്. സാർ ഒന്ന് നിക്കണേ. സാർ ഒരു മിനിറ്റ് സാർ. പഞ്ചായത്തിന് ടാക്സ് കൊടുത്തും ഭാരം കൂടിയ കറണ്ട് ബില്ല് മുടങ്ങാതെ അടച്ചും വളരെ കഷ്ടപ്പെട്ട ഞങ്ങൾ ഈ തുക്കടാ തിയേറ്റർ ഉരുട്ടിക്കൊണ്ട് പോകുന്നത്. ഒരു സ്ഥലത്ത് നിന്നും ഒരു സൗജന്യവും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത്തരം സൗജന്യങ്ങൾ പ്രത്യേകിച്ചും തിരക്കുള്ള ദിവസങ്ങളിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കേട്ടോ? വേണ്ട, ഇനി നിന്റെ ഒരു പ്രസംഗവും എനിക്ക് കേൾക്കണ്ട. പക്ഷെ നീ ഒന്നോർത്തു, താമസിയാതെ നീ അറിയും. വിമലെ, കണ്ണു പൊട്ടുന്ന 2 ചീത്ത വിളിക്കണായിരുന്നു. ചീത്ത കേൾക്കാനും വേണ്ട ഏക്കര അന്തസ്. അത് ശരി. നിങ്ങൾ വീട്ടിലോട്ട് പോക്കോ. ചെല്ലേ. ഇപ്പൊ ഇത്തിരി കുറവുണ്ട്. ഇനി മോൾ ഇത്തിരി ചൂട് കഞ്ഞി കുടിക്ക്. പനി മാറണ്ടേ? ഡോക്ടറെ കാണാൻ പോയാ ഇഞ്ചക്ഷൻ എടുക്കുവേ. ചേച്ചി, പറഞ്ഞ ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് തരോ? ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിലേക്കാ. ജോലിക്ക് പോണോന്നങ്ങ് ഉറപ്പാക്കി. ഞാൻ ജോലിക്ക് പോയാ ചേച്ചിക്ക് ഒരു ആശ്വാസമല്ലേ? പിന്നെന്താ? അതൊന്നും അല്ല ചേച്ചി, മാസാമാസം അവൾക്ക് ശമ്പളം കിട്ടുമ്പോ പുതിയ ചുരിദാറുകൾ മേടിക്കാമല്ലോ. അതാ ജോലിക്ക് പോണോന്ന് ഇത്ര നിർബന്ധം. നീ പൊടി. അയ്യടാ, നീ വലിയൊരു അഡ്വർടൈസിംഗ് ഏജൻസിയുടെ ആള്, ഞങ്ങള് വെറും അടുക്കള ഏജൻസിയുടെ ആളോ? ഒരു ജോലിക്കാരി വന്നിരിക്കുന്നു. പോടി അവിടുന്ന് പോ. പെൺകുട്ടികളായ സ്വന്തം കാലിൽ നിൽക്കുന്നത് എപ്പോഴും നല്ലതാ അല്ലേ ചേച്ചി? അതെ അതെ, സ്വന്തം കാര്യം നിൽക്കുന്ന 2 ചേർത്തുമാരിക്കും വന്നേ. ഇതെടുത്തോണ്ട് നോക്കോ. ഡീ, നീയേ ചൂട് കഞ്ഞിയും ചുട്ട പപ്പടവും വെച്ചിട്ടുണ്ട്, എടുത്തോണ്ട് കൊടുക്കാം. ചൂടുമില്ല പനിയില്ല, കോളേജിൽ പോവാതിരിക്കാനുള്ള തന്ത്രമല്ലേടി. ഇങ്ങോട്ട് എഴുന്നേറ്റ് പഠിക്കാം. പനിയും പിടിച്ചിടക്കുന്നതിന്റെ കൊച്ചിനൊന്നും ചെയ്യരുത് കേട്ടോ. അല്ലേലും ഉണ്ണിയാ ചേച്ചിയുടെ ചെല്ലകുന്തം. ആണ് ആണ് ആണ്. ഇടമ്മയോ? വിമലെ, വേഗം വാ, പുറത്ത് പോലീസുകാർ വന്നിരിക്കുക. പോലീസോ? സ്വാമിനാഥനെ ചോദ്യം ചെയ്തോണ്ടിരിക്കുക. എസ് ഐ ഷോ നിർത്താനൊക്കെ പറയുന്നുണ്ട്. എന്തിനാ? എനിക്കറിയത്തില്ല. ദൈവം, ഇത് വലിയ പുലിവാലായല്ലോ. നിങ്ങൾ ആരും അങ്ങോട്ട് വരണ്ട, അകത്ത് വയ്ക്കോ. ഇങ്ങോട്ട് മാറി നിക്കടാ. ഇങ്ങോട്ട് നിക്കടാ. നീ മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. ഉറപ്പാണോ? അതെ സാറേ. എന്നാ ഊതിക്കേ. ഊതാൻ പറഞ്ഞപ്പോ കൂവി മനുഷ്യനെ പേടിപ്പിക്കാണോ നീ? സോറി സാർ, ഊതാൻ അറിയില്ല, കൂകിയേ പരിചയമുള്ളൂ. തിയേറ്റർ അല്ലേ, അതാ. ജീവിതകാലം മുഴുവൻ നീ കൂവണ്ട വരും. എനിക്ക് ഗുണം സാറേ. വേണ്ട.